ഇവിടെ ഇന്ന് പ്രധാനമന്ത്രി വന്ന് പ്രസംഗം നടത്തി, അതാണല്ലോ ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും. പക്ഷേ ഹാഷ്മി പറയുമ്പോഴും ശ്രീ ബസന്ത് പറയുമ്പോഴും ബി ജെ പിക്ക് കുറ്റമില്ല, മോഡിക്ക് കുറ്റമില്ല, കുറ്റം മുഴുവൻ സി പി എമ്മിനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെയാണ് സ്വാഭാവികം. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ഞങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തരാറ്. പക്ഷേ ഇന്നത്തെ വിഷയം സി പി എം ആണോ ബി ജെ പി ആണോ, പിണറായി വിജയനാണോ നരേന്ദ്രമോദിയാണോ? അപ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ്. ഇപ്പൊ ഇവിടെ ബസന്ത് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് എന്താ? മോഡിക്ക് ഞങ്ങൾ എന്തോ പാലം ഇട്ട് കൊടുത്തു. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് തന്നെ എങ്ങനെയാ ഉണ്ടായത്? സി പി എം പാലം ഇട്ട് കൊടുത്തിട്ടാണോ? കേരളത്തിലല്ലല്ലോ നരേന്ദ്രമോദി ജനിച്ചു വളർന്നത്. കേരളത്തിലല്ലല്ലോ നരേന്ദ്രമോദി രാഷ്ട്രീയ നേതാവായത്. ഞങ്ങൾക്ക് എന്തെങ്കിലും വേരോട്ടമുള്ള ബംഗാളിലോ ത്രിപുരയിൽ നിന്നോ അല്ലല്ലോ നരേന്ദ്രമോദി വരുന്നത്. നരേന്ദ്രമോദി വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ ആരായിരുന്നു ഏറ്റവും വലിയ പാർട്ടി? ആ സംസ്ഥാനം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്നത് ഏത് പാർട്ടിയാണ്? സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പേ തന്നെയുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ, ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഗുജറാത്ത് എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏത് പാർട്ടിയുടെ ഭരണത്തിലായിരുന്നു? എവിടെ ഇപ്പൊ ഗുജറാത്തിൽ ആ പാർട്ടി? ആ പാർട്ടിയല്ലേ നിലം വെച്ച കലം പോലെ പഞ്ചാബ് ഗുജറാത്തിൽ ഒലിച്ചില്ലാതായിട്ട് ഈ കൊടും വിഷമായിട്ടുള്ള ഈ RSSന്റെ പുത്രനായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രിയായും പിന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും വളരാൻ ഇടയായത്? അങ്ങനെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇത്രയും ഇപ്പോ ബസന്ത് തന്നെ അപകടകാരിയായിട്ട് കാണുന്ന ഇങ്ങനെ ഒരു നേതാവിന് വളർന്നു വരാൻ ഗുജറാത്ത് എന്ന് പറയുന്ന സ്വന്തം തട്ടകം, സാക്ഷാൽ ഗാന്ധിജിയുടെ നാട്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സ്വാധീന കേന്ദ്രമായിരുന്ന ഒരു നാട്, അത് വിട്ടുകൊടുത്തിട്ട് 10-30 വർഷമായി തിരികെ അവിടെ ഏതെങ്കിലും ഒരു ചലനം മോഡിക്കെതിരെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ടോ? ഏതെല്ലാം തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടായി? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാധിച്ചോ? എന്നിട്ട് ആ നരേന്ദ്രമോദിയെ ഇങ്ങനെ വളർത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തിയിട്ട് ഇപ്പൊ വന്നിട്ട് പറയുകയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന ഒരു പ്രസംഗം നടത്തുന്നത് CPM പാലം ഇട്ട് കൊടുത്തുകൊണ്ടാണെന്ന്.